ഹലോ നമസ്കാരം. ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് എത്ര നേരം ഒരു അരമണിക്കൂർ കണ്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് ശരിക്കും കാണുന്നില്ല ലൈവ്. ഇന്ന് ഞാൻ ലൈവും കണ്ടായിരുന്നു കുറച്ച് നേരം. ജിൻഡോയുടെ ആ ഒരു സീൻ മാത്രമായിരുന്നു. ശരിക്കും ഇപ്പോൾ കണ്ടൻറ്റ് കൊടുക്കുന്നത് ജിൻഡോ തന്നെയാണ്. നോറയുടെയും ജിൻഡോയുടെയും കൈ തമ്മിൽ കയർ കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് ഇത്ര ലെങ്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആ കയറിന് ഇത്ര ലെങ്ത് ഉണ്ടാവും. അത് അങ്ങനെ കയർ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അതിങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നോറയ്ക്ക് ജിൻഡോനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ആ ഗെയിം അത്രയും ഒരു ബോറിംഗ് ആയിട്ട്. അതായത് ജിൻഡോയുടെ സൈഡ് അടിപൊളിയാണ്, നോറയുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ നമുക്കൊരു ഇത് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു, നല്ല അടിപൊളിയാക്കായിരുന്നു. പക്ഷേ നോറ കാരണമാണ് അത് കൊള്ളായത്. ജിൻഡോയുടെ പെർഫോമൻസ് അടിപൊളിയാക്കുന്നുണ്ട്. കുറച്ച് ഇത് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നോറയെ. പോയിട്ട് ഇങ്ങനെ പരിങ്ങി നടക്കുന്നുണ്ട്, അത് നല്ല ഡാൻസ് ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ബിഗ് ബോസിലെല്ലാവരും ഹൗസിലെല്ലാവരും കൈയടിച്ചു, അത്രയ്ക്ക് നല്ല രസമായിരുന്നു. 2-3 സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, പുഷപ്പ് ചെയ്യുന്നുണ്ട് നോറ. പിന്നെ പൊരി വെയിലത്ത് പോയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വെയിലത്ത് അധികം നിൽക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജിൻഡോനെ എപ്പോഴും നമുക്ക് സ്നേഹത്തോടെ മാത്രമേ മെരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവരും അകത്ത് കയറടോ എന്ന് പറയുമ്പോൾ ജിൻഡോ മൈൻഡ് ചെയ്തിരുന്നു. അനുസരിച്ച് പോകുന്നത് ജിൻഡോ അകത്ത് കയറ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ കൂൾ കഴിഞ്ഞു കയറി. അപ്പോൾ ജിൻഡോനെ നമുക്ക് വേഗം സ്നേഹം കൊണ്ട് വേഗം നമുക്ക് പൂട്ടാം, സ്നേഹം കൊണ്ട് വേഗം കീഴ്പ്പെടുത്താം. ശരിക്കും ബിഗ് ബോസിലെ ഹൗസിലുള്ളവർക്ക് അത് അറിയില്ല. ബിഗ് ബോസിലെ ഹൗസിൽ പകുതി പേർക്ക് ജിൻഡോനെ ഇഷ്ടമാണ്. ഈവൻ നമ്മുടെ രതീഷ് പോലും ജിൻഡോയെക്കാളും നമ്മുടെ അത്രയും രതീഷ് പോയപ്പോൾ പോലും അത്രയും വേദനിച്ച രതീഷിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നമ്മുടെ ജിൻഡോ ജയിക്കണമെന്ന് പോലും രതീഷിന് ആഗ്രഹമില്ല. അതുപോലും അവിടെ സിജോ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ രതീഷിന് ചിലപ്പോൾ മേ ബി ജിൻഡോയെക്കാളും സിജോനായിരിക്കും ഇഷ്ടം. അതുകൊണ്ടായിരിക്കാം എന്തിനായാലും അവിടെയേ നമുക്ക് ആ പാഷ്വാലിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ ജിൻഡോയോട് പ്രത്യേകിച്ച് ആർക്കും ഇഷ്ടമല്ല. നോറയ്ക്ക് ഇഷ്ടമല്ല, ജാസ്മിന് ഇഷ്ടമല്ല, ഗബ്രിക്ക് ഇഷ്ടമല്ല. അവർക്ക് വളരെ പുച്ഛമാണ് ജിൻഡോയോട്. രതീഷിനോട് പിന്നെ പറയാൻ വേണ്ട, ഒരെണ്ണത്തിന് ഇഷ്ടമല്ല. എന്നാൽ രതീഷ് തന്നെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി നിൽക്കണ്ടേ, അതുമില്ല. എന്തിനാലും രതീഷിന് വലിയ റോളൊന്നുമില്ല. കാരണം അങ്ങനെ ഡമ്മിയാക്കി വെച്ചേക്കാണ്. കുറച്ച് ക്യാരക്ടറെ കൊടുത്തെങ്കിൽ അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഇല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സിജോ പറഞ്ഞ കാട്ടുതീയാണ്. അപ്പോൾ ഒരു പ്രാങ്ക് ചെയ്യേണ്ടി വന്നു സിജോയ്ക്ക് കാട്ടുതീയാണെന്ന് ബിഗ് ബോസിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊരു തീയാകാനും വേറെ ഒന്നും വേണ്ട. ജാസ്മിനെയും ഗബ്രിയെയും വലിച്ച് കീറിയാൽ മതി, അത് മാത്രം മതി. അവരുടെ സ്പേസ് അവർ ഓവറായിട്ട് എന്നാലും ഇപ്പോൾ കുറവുണ്ടെന്ന് തോന്നുന്നു, കുറേയൊക്കെ കുറവുണ്ട്. എന്നാലും ബോറിങ് തന്നെയാണ്. അവർ തമ്മിലൊരു ഇഷ്ടം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ജാസ്മിൻ അറിയാം നെഗറ്റീവ് പുറത്താണ്. ഒരുപക്ഷെ ജാസ്മിൻ റോബിൻ ദിൽഷയെ ചെയ്യുന്നുണ്ടെന്നല്ല, പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ എന്തോ ഞാൻ നല്ല ഫ്രണ്ടായിരുന്നു, നല്ല ബ്രദറായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗബ്രിക്ക് നല്ല ബോധ്യമുണ്ട് ജാസ്മിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇഷ്ടമാണ്, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറെ രീതിയിലാവും. അവന് ഞാൻ കമ്മ്യൂണിറ്റിയിൽ സ്വീകരിക്കില്ല, അത് നല്ല 100% ഉറപ്പുണ്ട്. പേടിയുണ്ട് ഗബ്രിക്ക്. ജാസ്മിന് പിന്നെ അതൊന്നുമില്ല, എന്ത് വന്നാലും വരട്ടെ എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട്. പിന്നെ നോറ പുറത്തൊരു ആയിട്ട് ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ ജാസ്മിൻ മുഖം കാണിച്ചു. അതൊരു വിഷമം തോന്നി. കാരണം ജാസ്മിൻ അങ്ങനെയല്ലല്ലോ അവിടെ ചെയ്യുന്നത്. നോറ എന്തൊക്കെ പറഞ്ഞാലും അവിടെ വന്ന് പുറത്തുള്ള ആൾക്ക് ഫെയ്ത്തായിട്ട് തന്നെയാണല്ലേ നിൽക്കുന്നത്. പുറത്തുള്ള ആൾ കമ്മിറ്റഡ് ആണ്, പക്ഷെ അകത്ത് വന്ന് അത്ര മാന്യമായി തന്നെ കുറച്ച് സംസാരം ഭയങ്കരമായിട്ട് സംസാരിക്കുന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡ് അതാണ്. രതീഷ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ്, അത് തന്നെയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പോൾ ജിൻഡോനെ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് 600 അടുപ്പിച്ചാവാനായി. അപ്പോൾ പ്ലീസ് എല്ലാവരും വേഗം 1000 സബ്സ്ക്രൈബറാക്കി തരാൻ മറക്കല്ലേ. താങ്ക് യു.